ഇതൊരു സിനിമാറ്റിക് സ്റ്റോറിയൊന്നുമല്ല. ഇത് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നടന്ന ചില സംഭവങ്ങൾ മാത്രമാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തൊക്കെയാണ്, കാരണം ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ്. ഇതുപോലെ വല്ലതും ആൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? പ്രത്യേകിച്ച് എന്ത് മേടിച്ചു കൊടുക്കാൻ, വല്ലപ്പോഴും ഇങ്ങനെ അവളിങ്ങനെ 500 വാച്ച് തരുമ്പോൾ ഒരു 50 മോതിരം കിട്ടുന്നു. നിനക്ക് ഇതുപോലെ വല്ലവരും വളച്ചു നിനക്കും കിട്ടുമല്ലോ ഗിഫ്റ്റുകൾ. എനിക്കൊരു കുന്നും വേണം അവിടെ. ഞാൻ സുഖമായിട്ട് ചെയ്തോട്ടെ. അതെന്താ ഭായി അങ്ങനെ? അതങ്ങനല്ല, പരീക്കുട്ടി. ഞാൻ പരീക്കുട്ടി തന്നെ. പക്ഷെ നാളത്തെ പരീക്കുട്ടി ഇതായിരിക്കും രണ്ടാൾക്കാർ. അത് വെറും എൻ്റെ മോഹം. ഒരു മോഹമില്ല. എവരി പരീക്കുട്ടി കേസല്ലേ. അപ്പൊ കാണാൻ അതെ, ഞങ്ങൾ സ്നേഹിക്കുന്ന ഹൃദയമല്ല, കണ്ണുണ്ടല്ല. ഇത് കണ്ടിട്ട് നമുക്ക് ബോധ്യമായില്ലേ? ആ സാർ ഭായ്, ഞാൻ ഉറങ്ങിപ്പോയി. ഇത് ഇപ്പം എത്താം. ശരിയായില്ല, എപ്പോഴും ലേറ്റ് അല്ലോ. രാത്രി മൊത്തം ചാറ്റിംഗ് ആയിരിക്കില്ലേ? അതുകൊണ്ട് നീ ഇരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്ന് ചെയ്യാനുള്ള പ്രോഗ്രാം കേട്ടോ. പിന്നെ പെണ്ണ് കൊള്ളാം. സീരിയസ് പ്രേമാണോ? കല്യാണം കഴിക്കുമോ? കുട്ടിക്ക് എത്ര പ്രായമുള്ളൂ? നമ്മളതേ പ്രായമാണ്. നിന്റെ പ്രായമോ? അതും സീരിയസാ? എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും നടക്കും. അതെങ്ങനെ? ഈ കാലത്തെ പ്രേമല്ലേ, എത്രത്തോളം പോകുന്നു നമുക്ക് കണ്ടറിയാം. പ്രേമം സാർബായിക്കറിയോ? അവിടെ പേരൻസ് അതെനിക്കറിയില്ല. പക്ഷെ നീ ഇങ്ങനെ പോവാണെങ്കിൽ ഇത് ഈ പ്രേമത്തിൽ കാണിക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് ജോലി കാണിച്ചിട്ടുണ്ടെങ്കിൽ ജോലി പോകുന്നുള്ള കാര്യം എനിക്കറിയാം. ഇതൊക്കെ ചുമ്മാ വെറും ഫാസിനേഷൻ അല്ലാതെ എന്താ? ഞാൻ വിശ്വസിക്കില്ല നിങ്ങളുടെ പ്രേമത്തിൽ. എന്നാലും സാറിനെ അങ്ങനെ പറയുന്നത് നമ്മളെന്താ കുട്ടികളാ? ഫാസിനേഷനാണ്. പുള്ളി വല്ലതും നിരാശാക്കാൻ വീണായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അല്ല, സായറ് പറഞ്ഞാൽ നടക്കുള്ളൂ. എന്നൊക്കെ എടി, എനിക്ക് തോന്നണേ അവന്മാർ രണ്ടാളും നിങ്ങൾക്ക് പണിയിരുന്ന എല്ലാം നാം എൻ്റെ ഉൾക്കണ്ണി കാണും.
ദൈവം നിങ്ങൾ അനുഗ്രഹിക്കണം. ഇല്ല, നീ സത്യം പറയുന്നു, സത്യമായിട്ട് സത്യം പറയുന്നു. എനിക്ക് ഒന്ന് നിക്ക് എനിക്കടാ നോക്ക് നിന്റെ ലവ് ബ്രേക്കടാ എനിക്ക് അതേപോലെ കൂട്ടുന്നു. എന്താടാ അവന് വെച്ചിരിക്കടാ അവൻ അവൻ്റെ അടുത്ത് പോവാ അവൻ്റെ ആയിരിക്കില്ലടാ അവൻ്റെ ഒരു പ്രേമവും ടൈമും ഗിറ്റാർ വരണം. നമുക്കൊരു മാനസമായും കൂടി വായിച്ചു കൊടുക്കണം. ആഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി ആഴലിൻ്റെ ആഴങ്ങളിൽ അവൾക്കൊന്നും പോട്ടടാ ഇല്ല എന്നാലും അവളെന്നെ വിട്ടിട്ട് പോയത് ഒരുത്തിനെ വിശ്വസിക്കാൻ പറ്റും നിനക്ക് അവളെ കൊണ്ട് നല്ല പെണ്ണെ കിട്ടൂടാ വേണ്ട രക്ഷി നിനക്ക് ഉണ്ടായില്ലടാ പ്രേമം അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടില്ല ഉണ്ടായിരുന്നു. അവളാലോചിച്ച് കുടിച്ച കള്ളും കൊണ്ട മഴയും വേസ്റ്റ്. അതെ സിനിമ ഡയലോഗ് പറയാനല്ലോ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് സിനിമ ഡയലോഗ് അല്ല, എന്തായാലും ഞാൻ പറഞ്ഞ സത്യം ഇതൊന്നും നടക്കുള്ളൂ. വെറുതെ ഉണ്ടല്ലോ എന്താ വിഷമിച്ചിരിക്കണേ ഒന്നുമില്ല, അവൻ രക്ഷപ്പെട്ടു. What happened, yeah? അവൻ രക്ഷപ്പെട്ടു. എന്താണെന്നറിയില്ല സാർ അവിടെ പറയുന്നു അവൾക്കിപ്പോൾ അവനോട് പണ്ടത്തെ പോലെ സ്നേഹമല്ല. അതെങ്ങനെയാണ് ഇങ്ങനെ അവളുടെ വീട്ടുകാർ വല്ല കല്യാണം ആലോചിച്ചു അതായിരിക്കാം
പറഞ്ഞ പോലെ അവൻ്റെ പ്രേമം പോയി. നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷെ നിന്റെ പ്രേമാണെങ്കിൽ അടുത്ത കൂട്ടുന്ന വയ്ക്കുക, അന്ന് അവനെ സമാധാനിക്കട്ടെ. അവൻ ചതിക്കും. എന്നിട്ട് നീ ഭയങ്കര സംഭവത്താ. എവിടെ ചെന്നാണ് എന്താ നിനക്കും വേണം? അതല്ല, എന്താ നമ്മൾ ചതിക്കും. ചതിക്കോ? ഇല്ല കേട്ടില്ല. Yes, babes. പറ. എന്താ ഞാനൊരു കാര്യം പറയും, ഞാനുണ്ടാവില്ല, ഞാൻ അടഞ്ഞു. ഇതേ ചോദ്യം ഷാക്കിർ പലരോടും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കിതിൽ കാണിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇതൊരു ഷോർട്ട് ഫിലിം അല്ലേ. എന്തായാലും അവൻ അവളോട് നേരിട്ട് തന്നെ ചോദിച്ചു അവൾ അവനെ ചതിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം. ആരെന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ ചതിക്കില്ല. 1000 പ്രോമിസ്. എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ല? വിശ്വാസമുണ്ട്. പിന്നെന്താ പ്രോമിസ് തന്നിട്ടും വിഷമം മാറാത്ത പോലെ? നീ അല്ലാതെ വേറെ ആരുമില്ല എനിക്ക് ഇത്രയും സ്നേഹിക്കാൻ. എനിക്കും അങ്ങനെ തന്നെ. ഇങ്ങനെ ചിരിക്കടോ. കിസകളിലിഷ്കിന്റെ അജബുകളോതിയ ഔലിയ പറഞ്ഞില്ല മൗത്താണ് മുഹബത്തെന്ന്, മൗത്താണ് മുഹബത്തെന്ന്. പെണ്ണ് പോകേണ്ടത് പോയി, നീ
കയറിലൂടെ പോക്കാന്നിട്ടുണ്ട് അവൻ്റെ ഒരു പ്രേമം. കളയടാ സിഗരറ്റ്. കളയാൻ പറഞ്ഞ കളഞ്ഞോടെ തേങ്ങ. ഇവൻ്റെ ഏർപ്പാടാണല്ലോ. അവൻ്റെ ഷാക്കിര ഫോട്ടോവായി പെണ്ണല്ലേ വിട്. പോയത് പോട്ടടാ, ഇനി വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിനാ പറയാ ഓണത്തിനിടെ കുട്ടുക. നിനക്ക് ഇപ്പം അടുത്ത് പണിയിട്ടുമോ? നീ പാടാ. ഞാനൊരു മരിച്ച വീട്ടിൽ വെക്കുന്നത് പ്രിയില്ല. ഓർക്കെൻ്റെ പ്രേമൊക്കെ പൊട്ടി പാലിസായിരിക്കും. അല്ലാതെ നിന്നെ പോലെ സ്നേഹമുള്ളല്ലോ ആവില്ലല്ലോ. തെറ്റേ പണി കിട്ടി. എന്തായാലും സൈഡിൽ പോയി വീട് മരിക്കാൻ നിൽക്കണം. അപ്പോൾ അവിടെ ഒരുത്തന്നെ അല്ല തന്നെ പൊട്ടിക്കാം. സാഹിർ ഭായിനെ കരുതാവാം. അതുകൊണ്ട് എൻ്റെ പ്രേമം. സത്യം പറഞ്ഞാൽ കരുതാവോ? എന്ത് പറയുന്നു എടാ ശക്ര, അതിന് കരുതാവൊന്നും ഉണ്ടാവണമെന്നില്ല. കുറച്ച് ജീവിതാനുഭവം ഉണ്ടായിരുന്നു. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദുബായ് എൻ്റെ ഷാക്കിറെ, ഒരു പ്രേമം പൊട്ടിയെന്ന് വിചാരിച്ചിട്ട് നീ ഇത്ര അധികം ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലോകത്തിൽ ഇന്ന് വരെ വിജയിച്ചിട്ടില്ല മോർ ദൻ 70% പ്രേമത്തിലും വെറും സ്നേഹം ആത്മാർത്ഥത മാത്രമൊന്നുമല്ല. അതിൽ സമ്പത്ത്, സമൂഹത്തിലെ സ്റ്റാറ്റസ്, സൗന്ദര്യം, പിന്നെ രക്ഷിതാക്കളുടെ എതിർപ്പിനെ താങ്ങാനുള്ള മനക്കരുത്ത്, അതൊക്കെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കാമുകിമാർക്ക്, നിൻ്റെതായാലും ശരി നബീൻ്റെതായാലും ശരി, കാമുകിമാർക്ക് അത് കംഫർട്ടബിൾ അല്ലാന്ന് തോന്നിയിട്ടുണ്ടാവും. പിന്നെ ഈ ചതിക്കുന്ന കാര്യത്തിൽ സ്ത്രീയും പുരുഷനൊക്കെ ഒരുപോലെ തന്നെയാണ്. നിങ്ങളുടെ വിഷയത്തിൽ ഇപ്പോൾ പെൺപിള്ളേരായി പോയി വില്ലന്മാർ, അത്രേ ഉള്ളൂ. എന്റെ സാര നിർത്തത്. പിള്ളേർക്ക് കേട്ട് കേട്ട് ബോർഡിങ്ങുണ്ടാവും. ഇത്ര ഒന്നും പറയണ്ട. എന്തിനാ പെണ്ണ് വെറുതെ എന്റെ ലൈഫ് കൊണ്ടുപോയി? ഞാൻ എത്ര ഫ്രീയാ? അതേപോലെ നടന്നാൽ പോരെ? ഫ്രീ ആയിട്ട് നടക്കാം. ശരിയല്ലേ? ശരിയാ. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി പെണ്ണുണ്ടാവില്ല. നീ അല്ല ശാക്കര. Then it's party time. Come. Okay. Chill.
എന്തായാലും പരിയും കുട്ടി ആള് കൊള്ളാം. പ്രേമത്തെക്കുറിച്ചുള്ള ഇവൻ്റെ കാഴ്ചപ്പാട് കുറച്ചു മുമ്പ് നിങ്ങളും കേട്ടതാണല്ലോ. അതിനിവനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കാരണം സാധാരണ നിരാശകാമുകയുടെ വാക്കുകൾ മാത്രമേ ഇവനും പറഞ്ഞിട്ടുള്ളൂ. ഈ സത്യസന്ധമായിട്ടുള്ള പ്രേമത്തിന് അങ്ങനെ സമയവും കാലമൊന്നുമില്ല. നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് കണ്ട സീന് പോലെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒന്നും മാത്രമാണത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആണോ പെണ്ണോ ആരുമാട്ടെ, നമ്മളെ നഷ്ടപ്പെടുന്നതിൽ വിഷമം തോന്നാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സാഹിർ സൈനിങ് ഓഫ്. ഈ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.